വിമാനത്തിന്റെ സൗകര്യങ്ങളുമായി ബസ് എത്തുന്നു. എയർ ഹോസ്റ്റസിനു പകരം ബസ് ഹോസ്റ്റസ്. അത്യാധുനിക സൗകര്യങ്ങളിലുള്ള ബിസിനസ് ക്ലാസ് ബസ് മാർച്ച് മുതൽ സർവീസിനൊരുക്കി KSRTC. വില 2 കോടിയാണ്. 2 ബസ്സുകളാണ് വാങ്ങുന്നത്. വോൾവോയുടെ 9600 VRL മോഡലുള്ള 13 മീറ്റർ ബസ്സിൽ ടോയ്ലറ്റും പാൻട്രിയും ഉൾപ്പെടെ സൗകര്യങ്ങളും കാണും. ഭക്ഷണം ബസ്സിലിരുന്ന് കഴിക്കാം. 25 പേർക്ക് ഒരേ സമയം യാത്ര ചെയ്യാം. കണ്ടക്ടർ കാണില്ല. ആദ്യം തിരുവനന്തപുരം മുതൽ എറണാകുളം റൂട്ടിലും പിന്നീട് തിരുവനന്തപുരം മുതൽ തൃശൂർ റൂട്ടിലുമായിരിക്കും സർവീസ് നടത്തുക. മറ്റു സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓരോ സീറ്റിനും മുന്നിലും TV കാണും. ചാർജിംഗ് സൗകര്യങ്ങൾ കാണും. ഹെഡ്ഫോൺ, വൈഫൈ, GPS സഹായത്തോടെ ഗതാഗത കുരുക്ക് മുൻകൂട്ടി അറിഞ്ഞ് ഷെഡ്യൂളുകൾ ക്രമീകരിക്കും. 3.5 മണിക്കൂറിൽ തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തെത്തും. 20 കോടിയോളം ചിലവഴിച്ച് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് KSRTCയുടെ ബിസിനസ് ക്ലാസ് ബസ്സുകൾ വരുമെന്നാണ് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞത്. ബിസിനസ് ക്ലാസ് ബസ്സുകൾക്ക് ഓരോ ജില്ലയിലും ഒരു സ്റ്റോപ്പ് മാത്രമേ ഉണ്ടാകൂ. ഡ്രൈവറെ കൂടാതെ ഒരു ഹോസ്റ്റസും ആഹാരം നൽകാൻ പാൻട്രി സൗകര്യവും ടോയ്ലറ്റ് സംവിധാനവും ഉണ്ടാകും. മിൽമയുടെ ഉൽപ്പന്നങ്ങളും മിതമായ നിലയിൽ ഈ ബസ്സിൽ നൽകും. ഇന്ത്യയിൽ ഏറ്റവും ലാഭത്തിൽ പ്രവർത്തിക്കുന്ന റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനാണ് KSRTC എന്നും മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. കായംകുളം KSRTC ബസ് ടെർമിനലിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിമാന മാതൃകയിലായിരിക്കും സൗകര്യങ്ങളെന്നും മന്ത്രി പറഞ്ഞു. യാത്രക്കാർക്ക് പരമാവധി സുഖസൗകര്യങ്ങൾ ഉറപ്പാക്കുന്ന രീതിയിലാകും ഇതിന്റെ ക്രമീകരണം. വിമാനങ്ങളിൽ എന്നതുപോലെ യാത്രക്കാരെ സഹായിക്കാൻ ഡ്രൈവറെ കൂടാതെ ഒരു ഹോസ്റ്റസും ബസ്സിലുണ്ടാകും. കൂടാതെ യാത്രക്കാർക്ക് ഭക്ഷണം നൽകുന്നതിനായി പ്രത്യേക പാൻട്രി സൗകര്യവും പ്രാഥമിക ആവശ്യങ്ങൾക്കായി ടോയ്ലറ്റ് സംവിധാനവും ബസ്സിൽ തന്നെ സജ്ജീകരിക്കും. ഇതിനായി പുറത്തിറങ്ങേണ്ട ആവശ്യം വരുന്നില്ല എന്നതുമാണ് പ്രത്യേകത. സമയം ലാഭിക്കാൻ ആഗ്രഹിക്കുന്ന യാത്രക്കാർക്ക് ബിസിനസ് ക്ലാസ് സർവീസുകൾ ഏറെ ഗുണകരമാകുമെന്നും ഈ ബസ്സുകൾ ഓരോ ജില്ലയിലും ഒരു സ്റ്റോപ്പ് മാത്രമേ അനുവദിക്കുകയുള്ളൂ എന്നും മന്ത്രി പറഞ്ഞു. പ്രവർത്തന ലാഭത്തിലും ഇതിന് മുന്നേറ്റം. രാജ്യത്തെ മറ്റെല്ലാ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളെയും പിന്നിലാക്കിയാണ് KSRTC ഇപ്പോൾ പ്രവർത്തന ലാഭത്തിൽ മുന്നിലെത്തിയിരിക്കുകയാണെന്നും മന്ത്രി KB ഗണേഷ് കുമാർ അവകാശപ്പെട്ടു. ജീവനക്കാരുടെയും മാനേജ്മെന്റിന്റെയും കൂട്ടായ പ്രവർത്തനത്തിലൂടെ കോർപ്പറേഷൻ വളർച്ചയുടെ പാതയിലാണ്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത സംവിധാനങ്ങളോടെയുള്ള അതിഗംഭീര ബസ്സായിരിക്കും ഇതെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. ടിക്കറ്റ് ഇനത്തിൽ മാത്രം പ്രതിദിനം 9 കോടിയോളം രൂപയുടെ വരുമാനമാണ് ഇപ്പോൾ KSRTC നേടുന്നത്. അനുദിനം യാത്രക്കാരുടെ എണ്ണത്തിലും വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യാത്രക്കാർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ബസ് സ്റ്റേഷനുകളിൽ കുറഞ്ഞ നിരക്കിൽ കുടിവെള്ളം എത്തിക്കാനുള്ള കരാറുണ്ടാക്കിയതായി മന്ത്രി കൂട്ടിച്ചേർത്തു. KSRTCയെ കൂടുതൽ ജനകീയമാക്കുന്നതിനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അനുദിനം യാത്രക്കാരുടെ എണ്ണവും വർദ്ധിച്ചു വരികയാണ്. ടിക്കറ്റ് ഇനത്തിൽ വരുമാനം ഓരോ ദിനവും കൂടുകയാണ്. അതിനിടെ തിരുവനന്തപുരത്തെ കിഴക്കോട്ടയിലെ സ്വന്തം ഭൂമിയിൽ പുതിയ KSRTC ആശുപത്രി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. KSRTC ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കും കുറഞ്ഞ നിരക്കിൽ ചികിത്സ ലഭ്യമാക്കുക എന്ന ലക്ഷ്യമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. മരുന്നുകൾക്ക് ന്യായമായ വിലയിൽ ഫാർമസിയിൽ നിന്ന് വാങ്ങാം. കുറഞ്ഞ ചെലവിൽ രോഗികൾക്ക് ഡയാലിസിസും ലഭ്യമാക്കും. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഡയാലിസിസ് മിഷൻ, നിംസ് ആശുപത്രി എന്നിവയുടെ സഹകരണത്തോടെ നെഫ്രോളജിസ്റ്റിന്റെ സേവനവും സൗജന്യമായി നൽകും. ആദ്യഘട്ടത്തിൽ 10 കിടക്കകളോടുകൂടിയ സൗകര്യങ്ങൾ ഒരുക്കാനാണ് പദ്ധതിയെന്നും മന്ത്രി പറഞ്ഞു. 14 ഡിപ്പോകൾ കേന്ദ്രീകരിച്ച് എമർജൻസി മെഡിക്കൽ കെയർ യൂണിറ്റുകൾ ആരംഭിക്കാനും തീരുമാനമായിട്ടുണ്ട്. KSRTC ബസ് യാത്രക്കാരുടെ എണ്ണത്തിൽ വർധനവുണ്ടായെന്നും മന്ത്രി അറിയിച്ചു. 2023 19.35 ലക്ഷം ശരാശരി പ്രതിദിന യാത്രക്കാർ ഉണ്ടായിരുന്ന നിലയിൽ നിന്നും 2025 20.27 ലക്ഷമായി ഉയർന്നു. ശരാശരി പ്രതിദിന ടിക്കറ്റ് വരുമാനം 2023 6.69 കോടിയായിരുന്നത് 8.25 കോടി രൂപയായി വർദ്ധിക്കുകയും ഇപ്പോൾ അത് 9 കോടി കടക്കുകയും ചെയ്യുന്നതായും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.